നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പൊതുജനങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ സഹായങ്ങൾ. ക്ഷേമ പെൻഷൻ 3000 രൂപ, KSRTCയിൽ സൗജന്യ യാത്ര എന്നിങ്ങനെ തുടങ്ങി നിരവധി സഹായങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. കേരളം ഇനി ആര് ഭരിക്കും? കേരളത്തിന്റെ ജനവിധി നാളെ അറിയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ നിരവധി പ്രഖ്യാപനങ്ങൾ അവരുടെ പ്രകടന പത്രികയിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി UDF ആണ് അധികാരത്തിൽ എത്തുന്നതെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള UDF പ്രകടന പത്രിക ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എന്ന പേരിൽ ക്ഷേമ വികസന പദ്ധതികൾക്ക് മുൻഗണന നൽകുന്നവയാണ്. പ്രധാന വാഗ്ദാനങ്ങളിൽ കുടുംബങ്ങൾക്ക് 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ്, 3000 രൂപ ക്ഷേമ പെൻഷൻ, സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ എന്നിവ ഉൾപ്പെടുന്നു. ആരോഗ്യ ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആണ് ലഭിക്കുക. അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും. നിലവിൽ 2000 രൂപയാണ് ലഭിക്കുന്നത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കും. ചെറുകിട സംരംഭങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ യുവാക്കൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച താങ്ങുവില ഉറപ്പാക്കുകയും ചെയ്യും. മിഷൻ സമുദ്ര, അതായത് തീരദേശ തുറമുഖ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടായിരിക്കും. ടൂറിസം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, അതായത് വിനോദസഞ്ചാര മേഖലയിലെ വികസനം, റോഡ് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. വയനാട്ടിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ, IT വ്യവസായം, 10,000 പുതിയ സംരംഭങ്ങൾ സ്ഥാപിച്ച് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തും. ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുക എന്നിവയൊക്കെയാണ് UDFന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷന്റെ വർധനവ് തന്നെയാണ്. അതായത് നിലവിൽ 2000 രൂപ ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് 3000 രൂപയായി ഉയർത്തുക. ഇത് ഒറ്റയടിക്ക് 3000 രൂപ ആക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഘട്ടം ഘട്ടമായുള്ള വർധനവ് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആദ്യം 500 രൂപ വർദ്ധിപ്പിച്ച് 2500 രൂപ, പിന്നീട് അടുത്ത ഘട്ടത്തിൽ അത് 500 രൂപ കൂടി വർദ്ധിപ്പിച്ച് 3000 രൂപ എന്നിങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യത. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.